നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി എന്ത് എന്നുള്ളത് ഇന്നറിയാം. കോടതി വിധിയല്ല, തലവിധി അടക്കം അറിയാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഏവരും കാത്തുനിന്നത്. എന്നാൽ കോടതിയിലാകട്ടെ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ബലാത്സംഗം ചെയ്തത് രാഹുലല്ല, മറിച്ച് പരാതിക്കാരിയും ചില സംഘവുമാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഗർഭചിത്രം നടത്തിയത് രാഹുലാണെന്ന ആരോപണം ഇത്രയും നാൾ ഉയർന്നു കേട്ടപ്പോൾ അതല്ല, മറിച്ചത് മറ്റൊരു രീതിയിലാണ് സംഭവിച്ചതെന്നും അതിജീവിത ഗർഭിണിയായെന്ന് പറയുമ്പോൾ അത് തൻ്റേതല്ല എന്നുള്ളത് തെളിവ് നിരത്തി രാഹുൽ വാദിക്കാനായി ശ്രമിക്കുന്നു. എന്തായിരുന്നാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മാറ്റിവെച്ചിരിക്കുന്നു. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂർ നേരത്തെ വാദം പൂർത്തീകരിച്ചു. രാഹുലും പരാതിക്കാരിയും ഇതേ ആവശ്യം തന്നെയായിരുന്നു കോടതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് കോടതി മറ്റുള്ളവരെ പുറത്താക്കി വാദം കേട്ടത്. തൻ്റെ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ, തന്നെ വ്യക്തിഹത്യ നടത്താനായി യുവതി ഈ പരാതി നൽകിയെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. ഈ കേസിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന CPM BJP ബാന്ധവം അത് കാണാതെ പോകരുത്. അതിനുള്ള തെളിവടക്കം രാഹുൽ നിരത്തി കഴിഞ്ഞിരിക്കുന്നു. പെൺകുട്ടിക്ക് BJP ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നിലധികം വിവരങ്ങൾ രാഹുൽ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു സ്ഥാപിച്ചത്. വിവാഹിതയായ ഒരു യുവതിയുമായി ബന്ധം പുലർത്തുമ്പോൾ അതെങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായി മാറുന്നത്? പരസ്പര സമ്മതത്തോടെ, ഉഭയസമ്മതപ്രകാരത്തോടെയുള്ള ഒരു ബന്ധം മാത്രമേ തങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഗർഭചിത്രം നടത്തിയത് താനാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് താനല്ല, അത് നടത്തിയത് യുവതിയാണ്. യുവതിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് താൻ ഇതൊക്കെ തന്നെ ചെയ്തു കൂട്ടിയതെന്നാണ് രാഹുൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിലവിൽ CPM ആയിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ആരോപണങ്ങൾ ഉയർത്തുകയാണ് ഇതിലൂടെ. പ്രത്യേകിച്ചും CPMനെ സംബന്ധിച്ച് ഏറെ പ്രതിരോധത്തിലായി നിന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായി തന്നെയാണ് തൻ്റെ ജീവിതത്തെ, തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇത്തരത്തിൽ മുൾമുനയിൽ നിർത്തുന്നതെന്നാണ് രാഹുലിൻ്റെ വാദം. ഏറെ നിർണായകം തന്നെയാണ് രാഹുലിനെ സംബന്ധിച്ച് ഈ കേസ്. ഈ വിധി അനുകൂലമായാൽ പാതി രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നിരുന്നാലും മുഴുവനായും കരകയറാൻ സാധിക്കില്ല. ഇനി ഒരുപക്ഷെ വിധി പ്രതികൂലമാണെങ്കിൽ രാഹുലിൻ്റെ രാഷ്ട്രീയ വ്യക്തി ജീവിതം പോലും ഇന്നൊരൊറ്റ ദിവസം കൊണ്ടില്ലാതാക്കും. ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ഭാവിയില്ലാത്ത രീതിയിലേക്ക് രാഹുലിനെ ഒരു മൂലയിൽ ഒതുക്കാനായി കോൺഗ്രസും വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. കോടതിയിൽ നിന്നും നടപടി ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് ഉടനടി തന്നെ പുറത്താക്കും. MLA സ്ഥാനം രാജിവെക്കാൻ ശക്തമായി തന്നെ ആവശ്യപ്പെടും. രാജിവെക്കുക അല്ലാതെ മറ്റ് മാർഗമില്ലാതാക്കും. യുവതി പരാതി കൊടുത്തപ്പോൾ 7-ാം ദിവസമാണ് രാഹുലിനെ കണ്ടെത്താൻ വേണ്ടി പോലീസ് തെക്കുവടക്കായി ഓടുന്നത്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഒരുപക്ഷെ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് ഈ വിഷയം കുറേ ദിവസം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ തന്ത്രമാണോ എന്ന വിമർശനം പലരും ചോദിക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ. രാഹുൽ ഇപ്പോൾ ബംഗളൂരുവിൽ ഒളിവിലുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കോടതിയിൽ നിന്ന് സമർപ്പിച്ചത്. ഡോക്ടറുടെ ഉൾപ്പെടെയുള്ള സാക്ഷിമൊഴികൾ അടങ്ങിയ റിപ്പോർട്ടാണ് പോലീസ് ഹാജരാക്കിയത്. ബലാത്സംഗം നടത്തിയതിനുള്ള തെളിവ് കൃത്യമായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. യുവതിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയതിന് തെളിവും തങ്ങളുടെ പക്കലുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം ഡോക്ടർ നൽകിയ മൊഴിയിൽ കഴിഞ്ഞ ദിവസം പരാമർശിച്ച യുവതി 1 അല്ല 2 വട്ടം ആത്മഹത്യ ചെയ്യാനുള്ള നീക്കം പോലും നടത്തി, അത്രയധികം സമ്മർദ്ദം തനിക്കുമേലുണ്ടായി എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം സീൽ ചെയ്ത കവറിൽ പോലീസ് കോടതിക്ക് കൈമാറിക്കഴിഞ്ഞു. യുവതി കൊടുത്തത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നുമാണ് രാഹുൽ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നത്. കോടതിക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു വിഷയമുണ്ട്. യുവതി വിവാഹിതയായിരുന്നു. ഗർഭിണിയായതിൻ്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നാണ് രാഹുൽ പറയുന്നത്. എങ്ങനെയാണതിൽ താൻ മാത്രം കുറ്റക്കാരനായി മാറുക? സ്വമേധയാ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നുവെന്നാണ് രാഹുൽ ഹർജിയിലൂടെ പറയുന്നത്. എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നെന്നും ഒരു കാരണവശാലും രാഹുൽ പറയുന്ന വാദങ്ങൾ അംഗീകരിക്കരുത്, രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. ഗർഭധാരണത്തിന് നിർബന്ധിച്ചെന്നും പിന്നീട് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്നും പോലീസ് കോടതിയിൽ കൊടുത്ത ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. രാഹുൽ ക്രൂരമായ പീഡനത്തിനിരയാക്കിയെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കേസെടുത്തത്. നെയ്യാറ്റിൻകര കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും
പിന്നീട് പാലക്കാട് വെച്ചും ബലാത്സംഗം ചെയ്തെന്നാണ് മൊഴി കൊടുക്കുന്നത്. എന്നാൽ അവിടെയും രാഹുൽ ഉയർത്തുന്ന ചോദ്യമുണ്ട്. തിരുവനന്തപുരത്തും പാലക്കാടും എങ്ങനെയാണ് യുവതി എത്തിയത്? എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്തിച്ചു? ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമല്ലായിരുന്നോ ആ ചാറ്റുകളിലൊക്കെ തന്നെ നിഴലിച്ച് കണ്ടത്? സൗഹൃദപരമായ സംഭാഷണങ്ങൾ എങ്ങനെയാണ് പിന്നീട് ഭീഷണിയായി മാറിയത്? ഇതൊക്കെ തന്നെ ഇതിനു പിന്നാലെ ഉയരുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയുമെന്നുമാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എത്തുകയല്ലാതെ മറ്റെന്ത് മാർഗമായിരുന്നു തനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്? താൻ ഏറെ നിസ്സഹായയാണെന്നും യുവതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പിന്നീട് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കടുത്ത രൂപത്തിലായി. രൂക്ഷമായ രീതിയിൽ രാഹുൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു കൊടുത്തതുപോലും രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫാണ്. ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വാദം പൂർത്തിയായി. എന്നാൽ എപ്പോഴാണ് ഈ വിധി വരിക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പ്രോസിക്യൂഷനോട് ഒരു രേഖ കൂടി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമോ ഈ ഉത്തരവ് എന്ന കാര്യം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. എന്നാൽ ഉത്തരവ് വൈകുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പ്രോസിക്യൂട്ടറുടെ മറുപടി. ഒട്ടനവധി രേഖകൾ പരിശോധിക്കാനുണ്ടെന്നാണ് കോടതി പറയുന്നത്. പരിശോധനകൾ പൂർത്തിയായാൽ മാത്രം ഇന്നുത്തരവ്, അതല്ലെങ്കിൽ നാളെ എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതി കോൺഗ്രസ് നേതൃത്വം DGPക്ക് കൈമാറിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘത്തിന് DGP ഈ പരാതി കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി എന്തായിരുന്നാലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. നിയമപരമായും രാഷ്ട്രീയ ഭാവിയും ഒക്കെ തന്നെ അങ്കലാപ്പിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. പാർട്ടിയിൽ നിന്ന് എന്തായിരുന്നാലും പുറത്താക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് അറിഞ്ഞിട്ട് രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ MP ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തുടക്കം മുതൽ അനുകൂലിച്ച ഷാഫിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പരാതി വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി നിലപാട് സ്വീകരിച്ചതായിരുന്നു. പാർട്ടിയുടെ തീരുമാനമാണ് തൻ്റെയും തീരുമാനം. കൂടുതൽ നടപടിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ പ്രസിഡന്റാണ്. എൻ്റെ അടുപ്പവും അടുപ്പക്കുറവും ഒന്നും ആ തീരുമാനത്തെ ബാധിക്കുകയേയില്ല. ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യും. പാർട്ടി കമ്മിറ്റി വെച്ച് തീവ്രത അളന്നിട്ടില്ലെന്നും ഷാഫി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമല അഴിമതിയിൽ CPM നടപടി എടുത്തിട്ടില്ല. എന്നാൽ കോൺഗ്രസിന്റെ നടപടിയാകട്ടെ ഏവർക്കും മാതൃകാപരമാണ്. മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് എന്നാണെന്നും ഷാഫി ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ വരെ കൂടെ നിന്നയാളെയാണ് താൻ. അതൊന്നും ഈ സംഭവത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഷാഫി തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്. എന്നാൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള K മുരളീധരൻ ഉൾപ്പെടെ അജയ് തറയിൽ, വനിതാ നേതാക്കളായിട്ടുള്ള ജബി മേത്തർ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരടക്കം രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. രാഹുൽ വിഷയത്തിൽ KPCC പ്രസിഡന്റുമായി ചർച്ച നടത്തിയെന്നും കോടതി വിധി വരട്ടെ എന്നും നല്ല വാർത്ത വരുമെന്നുമായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. എന്നാൽ ആർക്കായിരിക്കും ആ നല്ല വാർത്ത എന്ന ചോദ്യത്തിന് ആർക്കുമാകാം എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. ജാമ്യത്തിൽ തീരുമാനം വന്ന ശേഷം രാഹുലിനെതിരായ നടപടിയിൽ തീരുമാനമുണ്ടാകുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. രാഹുൽ MLA സ്ഥാനം നൽകിയത് ജനങ്ങളാണ്. കോൺഗ്രസ് ആകട്ടെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. ഇനിയും അതുണ്ടാകും. നേതാക്കൾ നിലപാട് ഘടിപ്പിച്ചതോടെ കോടതി തീരുമാനത്തിന് മുൻപ് തന്നെ രാഹുലിനെതിരെ നടപടിയെടുക്കും എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു നേരത്തെ ഉയർന്നു കേട്ടത്. ന്യൂസ് ഡെസ്ക് വെള്ളിവാർത്ത.